നമസ്കാരം. GNX നിഫ്റ്റി ഇപ്പോൾ ഏതാണ്ട് 300 പോയിന്റിന് മേളിൽ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ഒരുപക്ഷെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ നിഫ്റ്റി 26,190 26,200 ലെവലുകളിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അത് ഈ GNX നിഫ്റ്റിയുടെ ബേസിലാണ് പറയുന്നത്. എങ്കിൽ പോലും 26,134 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ആ ലെവലിൽ ഒരുപക്ഷെ ചിലപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ 26,067 24,930 ലെവലുകളൊക്കെ സപ്പോർട്ടായിട്ട് വരാറുണ്ട്. സാധാരണ ഗതിയിൽ ഇത്രയും ഗ്യാപ്പ് പോയിന്റ് ആയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും അപ്പാണെന്നുള്ള രീതിയിൽ രാവിലെ പൊസിഷൻ എടുക്കുന്നത് പ്രത്യേകം സൂക്ഷിക്കുക. പ്രധാനമായിട്ടും ഇങ്ങനെ പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കാരണം ഇന്ത്യ US ട്രേഡ് ഡീലിനെ പറ്റി മിന്റ് എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. അവരുടെ വെബ്സൈറ്റിൽ വന്നതാണ്. റോയിറ്റേഴ്സ് പോലും മിന്റിന്റെ റിപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് അവർ ന്യൂസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി നമ്മൾ സ്ഥിരം നോക്കുന്ന മണി കൺട്രോളോ ഇക്കണോമിക്സ് ടൈംസ് ഒന്നും കാര്യമായിട്ട് ഇതേപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ട്രേഡ് ഡീൽ നടക്കുന്നുണ്ട്. ദീപാവലി വൈറ്റ് ഹൗസിലെ ദീപാവലി ഫംഗ്ഷനോടനുബന്ധിച്ച് ട്രംപ് നടത്തിയ പല പരാമർശങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്താണ് ഇത് പറയുന്നത്. ഇന്ത്യ ഒരുപക്ഷെ ഇതിനു മുമ്പ് തർക്കമുണ്ടായിരുന്ന കാർഷിക ഡയറി പ്രോഡക്റ്റുകളിൽ ഒരല്പം വിട്ടുവീഴ്ച കാണിച്ചേക്കും. അതുപോലെ ക്രൂഡ് ഓയിൽ കൂടുതൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇറാഖിൽ നിന്ന് റിലയൻസ് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലൊരു പരിപാടികൾ നടക്കുന്നത് മൂലമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് രണ്ടുപേരും പ്രത്യേകിച്ച് ഒന്നും ഇന്ത്യയും US പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പോസിറ്റിവിറ്റിയിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാരണം ദീപാവലിയോടനുബന്ധിച്ച് വന്നിരുന്ന സെയിൽസ് ആണ്. നമുക്കറിയാം ഇൻകം ടാക്സ് റേറ്റിൽ സ്ലാബിന്റെ ഇത് വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ GST കട്ട് വന്നതും RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതും ഒക്കെ കൂടുതൽ ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഫെസ്റ്റിവൽ സീസണിൽ സെയിൽസിന്റെ രൂപത്തിൽ കമ്പനികളുടെ സെയിൽസിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടാതെ അത് കൂടുതൽ ജോബ് ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. മൊത്തത്തിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വാർത്തകളെല്ലാം വളരെ പോസിറ്റീവാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇടയ്ക്ക് ബയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതും പോസിറ്റീവാണ്. അപ്പോൾ ഒരുപക്ഷെ ഇനിയും റേറ്റ് കട്ട് ഇന്ത്യയിൽ വന്നേക്കാം. അത്തരം സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവെ ഒരു പോസിറ്റീവ് മൂഡ് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. ഇത് കണക്കെടുത്ത് വേണം നമ്മൾ കൂടുതൽ പൊസിഷൻ എടുക്കാൻ. ഇനി കഴിഞ്ഞ ദിവസം US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡോ ജോൺസ് 0.7%, S&P 500 0.5%, നാസ്ഡാക്ക് 0.93% മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം US ചൈന ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് വീണ്ടും ചില അൺസർട്ടനിറ്റി ഉണ്ടാവുന്നു എന്നുള്ള ചില വാർത്തകളാണ്. അതിനു മുമ്പ് റീജിയണൽ ബാങ്ക്സുകൾ ഒക്കെ മോശമായിട്ട് ഉള്ള ചില NBA റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അവരുടെ റിസൾട്ട് വന്നത് പോസിറ്റീവാണ്. അപ്പോൾ US മാർക്കറ്റിലൊക്കെ മിക്സഡ് ആയിട്ടാണ്. ഗ്ലോബൽ മാർക്കറ്റ് പൊതുവെ ഇന്ന് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അതുകൂടാതെ തന്നെ US ചുമത്തിയിരുന്ന H1B വിസയ്ക്കകത്ത് നല്ല രീതിയിലുള്ള ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 21 ശേഷം അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമായി ഈ വർദ്ധിപ്പിച്ച എമൗണ്ട് എന്നുള്ള രീതിയിൽ USന്റെ ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പുള്ളവരോ അല്ലെങ്കിൽ USലെ ഇത്തരം വിസയ്ക്ക് അപ്ലൈ ചെയ്തവരോ ഒന്നും ഇത് ബാധിക്കുന്നില്ല. മാത്രം H1B വിസയുടെ കാര്യത്തിൽ ട്രംപ് അത്യാവശ്യം അയഞ്ഞിട്ടുണ്ട്. ASEAN ഉച്ചകോടിയിൽ ഒരുപക്ഷെ ട്രംപും മോഡിയും തമ്മിൽ മീറ്റിംഗ് ഉണ്ടായേക്കാം. ആ മീറ്റിംഗിൽ ഒരുപക്ഷെ ഇത് ഡീൽ ആയേക്കും എന്നുള്ള തരത്തിലുള്ള റൂമറൊക്കെ വന്നിട്ടുണ്ട്. മുമ്പ് സൂചിപ്പിച്ച പോലെ സോയ, ചോളം എന്നിവയൊക്കെ ഇന്ത്യ ഇറക്കുമതി ചെയ്തേക്കാം. അതുപോലെ ഈ ജനറ്റിക്കലി പ്രശ്നം മാറ്റം വരുത്താത്ത പ്രോഡക്റ്റുകൾ ഇറക്കുമതി ചെയ്തേക്കാം. അത്തരത്തിലൊക്കെയുള്ള പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട്. അതുപോലെ ഭാരത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മീറ്റിംഗിൽ